ശുദ്ധമായ കുടിവെള്ളം ജീവന്റെ അടിസ്ഥാനമാണ്. ശുദ്ധമല്ലെങ്കിൽ കോളറ, എലിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് തുടങ്ങി അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾ മലിനജലത്തിലൂടെയാണ് പകരുന്നത്. മലിനജലത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗകാരികളായ സൂക്ഷ്മജീവികളാണ് ഇതിന് കാരണം. അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ 97% വരെ മരണനിരക്കുള്ളവയാണ്. ജലം ശുദ്ധമാക്കാൻ ഫലപ്രദമായ ഒരു മാർഗം ക്ലോറിനേഷനാണ്. അപകടകാരികളായ സൂക്ഷ്മജീവികൾക്കൊന്നും ക്ലോറിൻ സാന്നിധ്യമുള്ള വെള്ളത്തിൽ നിലനിൽക്കാനാവില്ല. കുടിവെള്ളത്തിനായി നാം ആശ്രയിക്കുന്ന തുറന്ന കിണറുകളെ എങ്ങനെ ക്ലോറിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. 1000 ലിറ്റർ വെള്ളത്തിൽ കേവലം 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ കലർത്തിയാൽ ക്ലോറിനേഷൻ പൂർത്തിയാവും. πr² എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കിണറിലെ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കാം. സാധാരണ വീടുകളിലുള്ള തുറന്ന കിണറുകളിൽ ബഹുഭൂരിപക്ഷവും 4 അടി അഥവാ 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ വ്യാസം ഉള്ളവയാണ്. തൊടിയുടെ പൊക്കം ഏകദേശം 3 അടി അഥവാ 90 സെൻറ്റിമീറ്റർ ആണ് സാധാരണ ഉണ്ടാവുക. ഇതാണ് കിണറിൻ്റെ അളവെങ്കിൽ ഒരു തൊടി പൊക്കത്തിലെ വെള്ളത്തിൻ്റെ അളവ് ഏകദേശം 1000 ലിറ്റർ ആയിരിക്കും. അപ്പോൾ 5 തൊടി പൊക്കത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ 5000 ലിറ്റർ വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കാം. 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം അഥവാ 1 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ 5000 ലിറ്റർ വെള്ളമുള്ള കിണറിന് 5 ടീസ്പൂൺ അഥവാ 12.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കണം. ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവ് അല്പം കൂടിപ്പോയാലും പേടിക്കേണ്ട. കൂടുതൽ മലിനപ്പെട്ട കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനായി 1000 ലിറ്ററിന് 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന അളവിലാണ് എടുക്കാറുള്ളത്. കിണറിൻ്റെ അളവ് വ്യത്യസ്തമാണെങ്കിൽ അതിന് ആനുപാതികമായി ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. 4 അടി വ്യാസത്തിന് പകരം അതിൻ്റെ ഇരട്ടി, അതായത് 8 അടി വ്യാസമാണ് കിണറിനുള്ളതെങ്കിൽ ഒരു തൊടി പൊക്കത്തിലെ വെള്ളത്തിൻ്റെ അളവ് ഇരട്ടിയായല്ല 4 ഇരട്ടിയായാണ് വർദ്ധിക്കുന്നത്. അതായത് ഒരു തൊടിയിൽ 4000 ലിറ്റർ. വ്യാസം പകുതിയായി, അതായത് 2 അടിയായി കുറഞ്ഞാലോ ഒരു തൊടി പൊക്കത്തിലെ വെള്ളം 4/1 കുറയും, അതായത് 250 ലിറ്റർ. ഇനി ക്ലോറിനേഷൻ നടത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ ആവശ്യത്തിനുള്ള ബ്ലീച്ചിങ് പൗഡർ എടുത്ത് അല്പം വെള്ളമൊഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കുക. തുടർന്ന് 4-5 ലിറ്റർ വെള്ളം ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഈ ലായനി 10 മിനിറ്റ് നേരം അനങ്ങാതെ വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. ഈ തെളിഞ്ഞ വെള്ളം മാത്രം കിണറിൽ ഉപയോഗിക്കുന്ന ബക്കറ്റിലേക്ക് ഒഴിച്ചെടുക്കുക. ഈ ബക്കറ്റ് കിണറിൻ്റെ ഏറ്റവും അടിയിലേക്ക് താഴ്ത്തുകയും ശക്തിയായി വലിച്ചുയർത്തുകയും ചെയ്ത് ക്ലോറിൻ ലായനി ജലത്തിൽ നന്നായി കലർത്തുക. ഇതോടെ കിണർ ക്ലോറിനേഷൻ പൂർത്തിയായി കഴിഞ്ഞു. 1 മണിക്കൂറിന് ശേഷം ഈ കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഓർക്കുക, ജലമാണ് ജീവൻ.